അധ്യയന വർഷത്തെ ആഹ്ലാദത്തോടെ വരവേറ്റ് സ്കൂളുകൾ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. സ്കൂൾ ആരംഭ ദിനത്തിൽ പയ്യന്നൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രവേശനോത്സവത്തിന്റെ മുന്നോടിയായി നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. നിരവധിയായ കാരണങ്ങളുണ്ട്. എല്ലാം കൊണ്ടും അത് അർഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ GHSS പ്രാപ്പോയിൽ. സഞ്ജിമാഷ് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ദീർഘമായ ഒരു കാലയളവിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ 100% എന്ന ഖ്യാതി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണം, കരിക്കുലത്തിന്റെ നവീകരണം ഒക്കെ നടക്കുന്ന വർഷമാണ് ഈ വർഷം. നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വളരെ നേരത്തെ തന്നെ ഗവൺമെന്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പുതിയ യൂണിഫോമിൻ്റെ തുണിത്തരങ്ങളും കാര്യങ്ങളുമെല്ലാം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഒരു ഘട്ടത്തിലും വിശന്ന് ബുദ്ധിമുട്ടരുത് എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വളരെ സമഗ്രമായിട്ടുള്ള ഉച്ചഭക്ഷണ പദ്ധതി നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കോവിഡ് കാലത്ത് 20,000-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ഒരൊറ്റ സ്കൂളും പൂട്ടാതിരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മറ്റു പല വഴികളിലേക്കും വലിച്ചെറിയപ്പെട്ടപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരാത്ത നിലയിലുള്ള സാഹചര്യം ഉണ്ടായത്. അത് കുറെ കൂടി സന്തോഷകരമായി ആ ഒരു അന്തരീക്ഷത്തെ നിലനിർത്തി പരിപോഷിപ്പിച്ചു പോവുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത്. ആ പരിശ്രമങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കുന്നതിനാണ് രക്ഷിതാക്കളും എല്ലാവരും ചേർന്നിട്ടുള്ള ഈ പഠനോത്സവം, ഈ പ്രവേശനോത്സവം. അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ KA സജി സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ AEO PP രത്നാകരൻ, BRC BPC K പ്രകാശൻ, പഞ്ചായത്ത് അംഗം KM ഷാജി,
രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM രാജേന്ദ്രൻ, A ബാലകൃഷ്ണൻ, MV ഭാസ്കരൻ എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി റോയി ജോസഫ്, PTA പ്രസിഡന്റ് M അലിയാറൂട്ടി, MPTA പ്രസിഡന്റ് ലീന അഭിലാഷ് തുടങ്ങിയവരും പ്രസംഗിച്ചു. നമുക്കറിയാം, അക്ഷരാർത്ഥത്തിൽ പ്രവേശനോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട് ഏറ്റെടുത്തിരിക്കുക. കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുക. LKG പ്രവേശനം നേടിയ കുട്ടികൾക്ക് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. +2 പഠനം കഴിഞ്ഞില്ലേ, ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.